ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വളരെ നിർണായകമാണ്. ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടിയുടെ സൂചന നൽകി കെ മുരളീധരൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. രാഹുലിനെതിരെ ഇന്ന് തന്നെ പാർട്ടി നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ മുരളീധരൻ രംഗത്തെത്തിയിരിക്കുന്നു. രാഹുലിനെ സംബന്ധിച്ച് കേസിൽ നിന്ന് നിർണായകമായ ദിവസമാണ്. അതേസമയം പാർട്ടിയുടെ ഭാഗത്തു നിന്നൊരു തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് അറിയുന്നു. രാഹുൽ പാർട്ടിക്കകത്താണോ പുറത്താണോ എന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും. അതിലൊരു സാങ്കേതികത്വം മാത്രമാണ് നിലവിലെ സാഹചര്യത്തിൽ ബാക്കി നിൽക്കുന്നത്. ഏതാണ്ട് നേതൃതലത്തിൽ ഇന്നലെ തന്നെ ഈ വിഷയത്തിൽ എന്ത് തീരുമാനത്തിലേക്ക് പോകണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തിയിരുന്നു. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം ഉയർന്നു വന്ന പരാതി രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അടക്കം അവർക്കടക്കമാണ് ലഭിച്ചിരിക്കുന്നത്. ആ സന്ദേശങ്ങൾ വിശദമായി ഹൈക്കമാൻഡ് നേതൃത്വം പരിശോധിച്ചതിനു ശേഷം ഹൈക്കമാൻഡ് നൽകുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നീക്കങ്ങളിലേക്ക് കടന്നാൽ മതിയെന്നൊരു തീരുമാനത്തിലായിരുന്നു KPCC നേതൃത്വം. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നതിനിടയിൽ ഇങ്ങനെയൊരു പരാതി വരികയും അതിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി കൈമാറിയതിനു ശേഷം പരാതി കൈമാറിയിട്ടുള്ളതിനാൽ മറ്റ് നടപടികളിലേക്ക് പോകേണ്ട എന്നൊരു നിലപാട് സംസ്ഥാന നേതൃത്വം കൈക്കൊള്ളുകയും ചെയ്താൽ അത് വലിയ തരത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കുകയും രാഷ്ട്രീയ എതിരാളികൾ അത് പ്രചാരണായുധമാക്കി കോൺഗ്രസിനെതിരെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു വിലയിരുത്തലിലേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശനും കെ മുരളീധരനും അതോടൊപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ള അതായത് രാഹുലിന്റെ നിലപാടിനെതിരെ ശക്തമായി രംഗത്തെത്തിയ നേതാക്കൾ ഈ കാര്യത്തിലും ഒരുപോലെ തന്നെ കടുത്ത നടപടിയിലേക്ക് നീങ്ങണമെന്ന ആവശ്യവുമായി രംഗത്തെത്തുകയായിരുന്നു. ഒരുപക്ഷേ അതുകൊണ്ട് തന്നെയാണ് കടുത്ത ഒരു നീക്കം ഇന്ന് തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ കൂടി പുറത്തുവരുന്നത്. അവിടെ എടുത്തു പറയേണ്ടുന്ന കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഇന്ന് രാവിലെയാണ്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട വാദം കേൾക്കുക. അടച്ചിട്ട മുറിയിലായിരിക്കും വാദം നടക്കുക എന്ന സൂചനകൾ കൂടി പുറത്തുവരുന്നുണ്ട്. കാരണം പ്രോസിക്യൂഷനും പ്രതിഭാഗവും ഒരുപോലെ അടച്ചിട്ട മുറിയിൽ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉള്ളതിനാൽ അത് ഹരിക്കപ്പെടാതിരിക്കാൻ, അത് പുറം ലോകത്തെത്താതിരിക്കാൻ അതാണ്. കേസിലേക്ക് വരുന്നതിന് മുൻപ് ഇപ്പോൾ കെ മുരളീധരന്റെ വാക്കുകൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കാൻ സമയമായി എന്നായിരുന്നു കെ മുരളീധരൻ അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. പൊക്കിൾക്കൊടി ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. അദ്ദേഹം തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് സ്പീക്കറാണ്. പാർട്ടി ഏൽപ്പിച്ച കാര്യം ചെയ്യാത്തയാൾ പാർട്ടിക്ക് പുറത്താണ് എന്ന് ഉറച്ചു പറഞ്ഞിരിക്കുകയാണ് കെ മുരളീധരൻ. പാർട്ടി ഏൽപ്പിച്ചത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണെന്നും അല്ലാതെ മതിൽ ചാടാനല്ല എന്നും പറഞ്ഞിരിക്കുന്നു. പുകഞ്ഞ കൊള്ളി പുറത്ത്, പുകഞ്ഞ കൊള്ളിയോട് സ്നേഹമുള്ളവർക്കും പുറത്തു പോകാമെന്നും കെ മുരളീധരൻ പറഞ്ഞിരിക്കുകയാണ്. പാർട്ടിയുടെ അന്തസ് കാത്തു സൂക്ഷിക്കണമെന്നാണ് പാർട്ടിയുടെ നിലപാട്. അതിനെതിരായിട്ട് ആര് നീങ്ങിയാലും നടപടി പാർട്ടിയുടെ ഭാഗത്തുണ്ടാവും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ മാന്യത വേണം. അതാണ് ഞങ്ങളുടെ നിലപാട്. അടിയന്തര യോഗം ഏതാ അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. പാർട്ടി ഏതായാലും ഞാൻ പറഞ്ഞല്ലോ, സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ പാർട്ടിയുടെ ഭാഗത്തുണ്ടാവും. ഈ പറഞ്ഞ അടിയന്തര KPCC യോഗം അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അതിന്റെ ആവശ്യമൊന്നുമില്ല. ലീഡേഴ്സുമായിട്ട് കൂടിയാലോചിച്ച് ഇപ്പോൾ ഓൺലൈനിൽ ചേരാലോ വേണമെങ്കിൽ. അങ്ങനെ ഈ കൂടിയാലോചന നടന്നോ? ഏതായാലും ഞാൻ പ്രസിഡന്റുമായിട്ട് എല്ലാ കാര്യവും സംസാരിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് എന്താണ് മറുപടി? അതായത് ആക്ഷനിലൂടെ വരും. അതാണ് ഡാൻ, അല്പസമയം മുമ്പുള്ള പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഇതിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം, ഇന്ന് തന്നെ രാഹുലിനെതിരെ അല്ലെങ്കിൽ ഉടനടി തന്നെ രാഹുലിനെതിരെ ഒരു നീക്കം അല്ലെങ്കിൽ തീരുമാനം, പുറത്തേക്ക് എന്നുള്ള തീരുമാനം അത് തന്നെ ഉണ്ടാകും എന്ന രീതിയിലുള്ള മറുപടിയാണ് കെ മുരളീധരന്റെ ഭാഗത്തു നിന്നുണ്ടായത്. നമുക്ക് തുടക്കം മുതൽ അറിയാം, ഈ ആരോപണം വന്നത് മുതൽ പാർട്ടി വലിയ രീതിയിൽ പ്രതിരോധത്തിലാവുകയും ഉടൻ തന്നെ രാഹുലിനെ മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അത് പോരാ എന്ന വലിയ വിമർശനം ഉയർന്നപ്പോഴും ഞങ്ങൾ അങ്ങനെ നടപടിയെടുത്ത പാർട്ടിയാണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ഇന്നലെ വീണ്ടും പരാതി രാഹുലിനെതിരെ വന്നിരിക്കുന്നു. ഇനിയും മുന്നോട്ട് ഇങ്ങനെ പോയാൽ പാർട്ടിക്ക് അത് വലിയ പ്രതിച്ഛായയ്ക്ക് പ്രശ്നമുണ്ടാക്കുമെന്നുള്ള തീരുമാനത്തിൽ ആണോ പാർട്ടിയുള്ളത്? ഏത് രീതിയിലാണ് ആലോചനകൾ നടക്കുന്നത്? KPCC നേതൃതലത്തിലെ 3 ഭാരവാഹികൾ ഉൾപ്പെടെ 7 പേരുടെ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ 7 പേരാണ് രാഹുലിനെതിരെ കടുത്ത ഒരു നടപടിയിലേക്ക് പോകുന്നതിന് പാർട്ടി തലത്തിൽ വലിയ തരത്തിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നത്. പക്ഷേ മറുഭാഗത്ത്
പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും രാജ്ഭവനിലെത്താൻ അടങ്ങുന്ന വലിയൊരു മുതിർന്നവരുടെ നിര മറുഭാഗത്തുണ്ട്. അവർ ഒരു തരത്തിലും ഇങ്ങനെയൊരു സമീപനം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അത് വലിയ വില കൊടുക്കേണ്ടി വരും. അധികാരമെന്ന പാർട്ടിയുടെ സ്വപ്നം തല്ലിക്കെടുത്തുന്നതിന് സമാനമായൊരു സാഹചര്യമായിരിക്കും. കാരണം സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ കഴിയുന്ന ഒരുപാട് വിഷയങ്ങൾ ഉയർന്നു വന്നിട്ടും അതിന്റെ മുഴുവൻ ശ്രദ്ധ ഇങ്ങനെയൊരു വിഷയത്തിലേക്ക് കടന്നു വന്നതിന്റെ കാരണം എടുക്കേണ്ട സമയത്ത് കൃത്യമായ നടപടി എടുക്കാതിരുന്നതിന് കൊടുക്കേണ്ടി വന്ന വിലയാണെന്ന വിലയിരുത്തലിലേക്കാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെ ഒരു വലിയ ഭാഗവും എത്തുന്നത്. മാത്രവുമല്ല, ഏറ്റവും ഗുരുതരമായ കാര്യം ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ KPCC നേതൃത്വത്തിന് നേരത്തെ തന്നെ ലഭിച്ച പരാതികളിൽ കൃത്യമായ നടപടി എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെയൊരു സാഹചര്യം, പാർട്ടി ഇതിന് വില കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു എന്ന ഒരു വിലയിരുത്തലിലേക്ക് കൂടി നേതൃത്വം എത്തുന്നുണ്ട്. എന്തായാലും പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും നിലപാട് ഈ വിഷയത്തിൽ നിർണായകമാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഈ ആരോപണങ്ങൾ ഉയർന്നു കേട്ട സമയത്ത് ഒരു വിട്ടുവീഴ്ചയ്ക്കും കാര്യമില്ല. സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്നതാണ് കോൺഗ്രസിന്റെ പാരമ്പര്യം. സ്ത്രീകളുടെ പ്രശ്നങ്ങളെ പരിഹാരം കാണുന്നതിന് വേണ്ടി മുന്നിൽ നിൽക്കുന്നതാണ് കോൺഗ്രസിന്റെ പാരമ്പര്യം എന്ന് ആവർത്തിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി അടക്കം. പക്ഷേ ഈ ഒരു പ്രശ്നമുണ്ടായി ഇത്രയധികം നാളുകളായിട്ടും ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് വാക്കാൽ ഒരു നടപടി അവിടെ നിൽക്കെ തന്നെ പാർട്ടിയുടെ പരിപാടികളിൽ ഔദ്യോഗികമായി അല്ല എങ്കിലും പാലക്കാടടക്കം പല സ്ഥലങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നതിൽ വലിയൊരു വിഭാഗത്തിന് വിയോജിപ്പുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഒരു പരാതി നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടില്ല എന്നൊരു സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ചെറുക്കുകയായിരുന്നു രാഹുലിനെ അനുകൂലിക്കുന്ന വിഭാഗം. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ടാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. കാരണം വളരെ അപ്രതീക്ഷിതമായി ഒരു പരാതി മുഖ്യമന്ത്രി ഓഫീസിലേക്ക് എത്തുന്നു. പിന്നീട് രാഹുൽ എവിടെയെന്ന കാര്യത്തിൽ ആർക്കും ഒരു വ്യക്തതയില്ല. അതിനിടയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നു. ആ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ ഒരു ദിവസം ബാക്കി നിൽക്കെ മറ്റൊരു പരാതി കൂടി പാർട്ടി നേതൃത്വത്തിന് മുമ്പിലേക്ക്, നിയമ സംവിധാനങ്ങളെ മാറ്റിക്കൊണ്ട് പാർട്ടി നേതൃത്വത്തിന് മുമ്പിലേക്ക് എന്താണ് ഉണ്ടായ ദുരനുഭവം എന്ന് വ്യക്തമാക്കുന്ന ഒരു യുവതിയുടെ ആ കുറിപ്പ്, വിശദമായൊരു കുറിപ്പ് KPCC നേതൃത്വത്തിന് മുമ്പിലേക്ക് എത്തുന്നു. അവിടെ അടിയന്തരമായ പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിക്കൊണ്ട് അതാണ് ആ അടിയന്തര ഇടപെടൽ കൂടി ഇന്ന് ചർച്ച ചെയ്യപ്പെടുമല്ലേ ഡാൻ? കാരണം നേരത്തെ വലിയ രീതിയിലുള്ള ആരോപണം ഉണ്ടായിരുന്നത് KPCCക്ക് മുന്നിൽ, നേതാക്കൾക്ക് മുന്നിൽ രാഹുലിനെതിരെ നേരത്തെയും നിരവധി പരാതികൾ പെൺകുട്ടികൾ നൽകിയിരുന്നു. പക്ഷെ അതൊന്നും നിയമ നടപടികളിലേക്ക് നീങ്ങിയിരുന്നില്ല, മറച്ചുവെച്ചു എന്ന ആരോപണം ഉൾപ്പെടെ ഉയർന്നു. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ പുറത്തു വന്ന ഈ പരാതിക്കാരി നിയമ നടപടികളിലേക്ക് പോകാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോഴും KPCC നേതൃത്വത്തിനാണ് പരാതി നൽകിയത്. അത് ഉടനടി നിയമ നടപടികളിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള KPCCയുടെ ഒരു ഇടപെടൽ, അത് ഈ രാഹുലിനെതിരെയുള്ള നടപടിയിൽ നമ്മൾ മുൻകൂട്ടി കാണേണ്ടതില്ല. തീർച്ചയായിട്ടും. അതായത് ഈ ഇരകളാക്കപ്പെട്ടവർ ഒരാളോ രണ്ടുപേരോ അല്ല എന്ന കാര്യത്തിൽ കൃത്യമായ ബോധ്യം KPCC നേതൃത്വത്തിന്, പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കൾക്കുണ്ട്. അവിടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ കൈവശം നേരിട്ട് ലഭിച്ചിരിക്കുന്ന ചില പരാതികളും തെളിവുകളുമുണ്ട്. അതിന്റെ ഗൌരവ സ്വഭാവം, നിലവിലുള്ളതിനേക്കാൾ ഗൌരവമുള്ള സ്വഭാവത്തിലുള്ള മറ്റ് ചില പരാതികൾ പ്രതിപക്ഷ നേതാവിന്റെ കൈവശം രേഖാമൂലം തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത് ആദ്യം തന്നെ ലഭിച്ചിട്ടും അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിന്റെ കൈവശമുള്ള പരാതിയുടെ ഗൌരവം എന്താ എന്ന കാര്യം നേതാക്കളെ മുഴുവൻ ബോധ്യപ്പെടുത്താൻ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞു എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയും മറ്റുള്ളവർ അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിക്കുകയും അദ്ദേഹം പാർട്ടിയിൽ ഒറ്റപ്പെടുകയും ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയത്. പക്ഷേ ഇനി അങ്ങനെ പറ്റില്ല. കാരണം KPCC നേതൃത്വത്തിന് പുറമെ KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളെയെങ്കിലും ഈ പരാതിയിലുള്ള ഉള്ളടക്കം എന്താണ്, ഈ എത്ര പരാതികളാണ് ഇങ്ങനെ ലഭിച്ചത്, അതിൽ ഗൌരവ സ്വഭാവമുള്ള പരാതികൾ എത്രയാണ്, അതിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിന്ന് പുറത്തു വന്ന പരാതികൾ എത്രയാണ്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിപക്ഷ നേതാവ് അടിയന്തരമായ ഒരു വ്യക്തത വരുത്താൻ നിർബന്ധിതരാകും. കാരണം അതല്ല എങ്കിൽ മുൻ KPCC അധ്യക്ഷൻ K. സുധാകരൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് അറിയില്ല, അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ പറഞ്ഞുകൊണ്ടാണ് രാഹുലിനെ അനുകൂലിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചത്. അപ്പോൾ അത്തരമൊരു സാഹചര്യം ഇനി ഉണ്ടാകാതിരിക്കാൻ എല്ലാ മുതിർന്ന നേതാക്കളെയും KPCC ഭാരവാഹികളെയും മുൻ അധ്യക്ഷന്മാരെയും ഒക്കെ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധപ്പെട്ട് വന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനം, അതിൽ പാർട്ടിക്ക് ലഭിച്ച പരാതികൾ എന്താണ്, അതിൽ ഏത് തരത്തിലാണ് അങ്ങനെ ഒരു നടപടിയിലേക്ക് നീങ്ങാൻ പാർട്ടി നേതൃത്വം അനിവാര്യമായത്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ KPCC നേതൃത്വം നിർബന്ധിതമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അങ്ങനെയെങ്കിൽ ആ കാര്യങ്ങൾ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി കൂടിയാലോചിച്ചതിന് ശേഷമായിരിക്കും ഈ വിഷയത്തിൽ അന്തിമമായ തീരുമാനമെടുക്കുക. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയം
ദേശീയ മാധ്യമങ്ങളടക്കം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടർച്ചയായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ക്ഷീണം കോൺഗ്രസിന് ദേശീയ തലത്തിൽ, അതായത് ഇങ്ങനെ ഒരാളെ സംരക്ഷിക്കാനുള്ള നീക്കം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു വിഭാഗം നടത്തുന്നു എന്ന തരത്തിലാണ് ദേശീയ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പാർട്ടിക്ക് ഒട്ടും ഗുണകരമായ ഫലം ഉണ്ടാക്കില്ല എന്ന കൃത്യമായ വിലയിരുത്തൽ നേതൃത്വത്തിനുണ്ട്, ഹൈക്കമാൻഡിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കെ.സി. വേണുഗോപാൽ അടക്കം അവസാന നിമിഷം രാഹുൽ മങ്കൂട്ടത്തിന്റെ കൈവിടുന്ന ഒരു നീക്കത്തിലേക്ക് കടക്കുന്നത് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. കോൺഗ്രസ് ആണ്. അതുകൊണ്ട് എപ്പോഴാണ് സംഭവിക്കുന്നത്, സംഭവിച്ചാൽ മാത്രമേ പറയാൻ കഴിയൂ. എന്തായാലും ഇന്ന് ഈ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാകാനുള്ള സാധ്യത ഒരു 90%. അതാണ് ഡാൻ പറഞ്ഞതുപോലെ നിലപാട് മാറുന്നു എന്നുള്ളതാണ്, ശക്തമായ നടപടി വരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി വരികയും പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട വാട്സപ്പ് ചാറ്റുകളും ടെലിഫോൺ റെക്കോർഡുകളും ഒക്കെ പുറത്തു വരുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജില്ലയിൽ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുണ്ടായിരുന്നു. അതിനെ വിമർശിച്ചവർക്ക് ഒക്കെയുള്ള മറുപടിയുമായി ആ സമയത്ത് DCC പ്രസിഡന്റ് അടക്കം വന്നിരുന്നത് അദ്ദേഹം വ്യക്തിപരമായി പങ്കെടുക്കുന്നത് എന്ന രീതിയിലായിരുന്നു. എന്നാൽ ഇന്നലെ ആ പുതിയ പരാതി വന്നതോടെ അവിടുത്തെ ഈ നിലപാട് മാറിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബംഗളൂരു സ്വദേശിനിയായ യുവതി നൽകിയ പരാതി ഗൗരവമുള്ളത് എന്നാണ് പാലക്കാട് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ പറഞ്ഞിരിക്കുന്നത്. പരാതി കിട്ടിയ ഉടൻ തന്നെ അത് DGPക്ക് കൈമാറി ഉചിതമായ സമയത്ത് KPCC ഉചിതമായ തീരുമാനമെടുക്കുമെന്നും എ തങ്കപ്പൻ പറഞ്ഞു. ഒരു MLA ആയിരുന്ന ആളായതുകൊണ്ട് KPCC ആണ് അത് 100% ഉചിതമായി നടപടി ചെയ്യും. ഇത്തരം സാഹചര്യത്തിൽ MLA സ്ഥാനത്ത് തുടരുന്നതിലൊരു അതെന്തോട്ടെ, എങ്ങനെയാണെങ്കിലും അത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കും. അത് ഒന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വന്നുകൊണ്ടിരിക്കും. ഇത്ര കാലം ഉണ്ടായിരുന്നില്ലല്ലോ പരാതി, ഇപ്പോഴല്ലേ വന്നത്. അപ്പോൾ എന്തായാലും പരാതി KPCCക്ക് കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഗൗരവത്തോടെ തന്നെ ആരുടെയാലും അത് ഉൾക്കൊണ്ട് ഒരാൾ പരാതി തന്നാൽ അത് പാർട്ടി ഗൗരവത്തിൽ തന്നെ എടുക്കും. അത് എങ്ങനെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമുണ്ടാകും. ശരി, അതാണ് പാർട്ടി ഇനി എന്ത് നടപടി സ്വീകരിക്കും. രാഹുൽ പുറത്തേക്കോ എന്ന സൂചന തന്നെയാണ് അല്പസമയം മുമ്പ് സംസാരിച്ച കെ മുരളീധരൻ പ്രതികരിച്ചത്. ഡാൻ തുടരുന്നുണ്ട്. ഡാൻ, ഇനി കേസിന്റെ കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും രാഹുൽ നിന്ന് വളരെ നിർണായകമാണ്. ഏത് രീതിയിലായിരിക്കും, ജാമ്യം ലഭിക്കുമോ? ഇത്രയും ദിവസമായിട്ടും രാഹുലിനെ കണ്ടെത്താൻ കേരള പോലീസിന് ആയിട്ടില്ല എന്ന ചോദ്യമുണ്ട്. രാഹുൽ എവിടെ എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. ഏത് രീതിയിലായിരിക്കും കേസുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ കാര്യം? കർണാടക കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന തുടരുകയാണ്. രാഹുൽ മങ്കൂട്ടത്തിൽ അവരുടെ സർവൈലൻസിൽ തന്നെ ഉണ്ടെന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ ഏതായാലും ഇന്ന് കോടതി പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനു മുമ്പ് ഒരു തിടുക്കത്തിലുള്ള നടപടിയിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നില്ല. കാരണം ഒരു പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുലിന് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമോ എന്നൊരു സംശയം ഉദ്യോഗസ്ഥരിൽ ചിലർക്കെങ്കിലുമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് മുൻകൂർ ജാമ്യം ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ അത് അന്വേഷണ സംഘത്തിന് താൽക്കാലികമായ ഒരു തിരിച്ചടിയായി വ്യാഖ്യാനിക്കപ്പെടും. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാനുള്ള ഒരു ശ്രമമാണ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്ന് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുക, അവരുടെ നിരീക്ഷണത്തിൽ നിൽക്കുക. അതിനപ്പുറത്തേക്ക് ഒരു കടുത്ത തീരുമാനത്തിലേക്ക് തൽക്കാലം പോകാതെ കൃത്യമായി കോടതിയുടെ ഒരു നടപടി, അല്ലെങ്കിൽ ഇന്നത്തെ വാദമുഖങ്ങൾ കോടതി എന്ത് നിലപാടെടുക്കുന്നോ അങ്ങനെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യത്തിന്റെ കാര്യത്തിലെടുക്കുന്ന തീരുമാനമനുസരിച്ച് തുടർ നീക്കങ്ങളിലേക്ക് കടന്നാൽ മതിയെന്നൊരു നിലപാടിലാണ് ഉദ്യോഗസ്ഥരുടെ ഒരു വിഭാഗം. പക്ഷേ കഴിഞ്ഞ ദിവസം ക്രമസമാധാന ചുമതലയുടെ ADGP EH വെങ്കടേഷ് ഏത് വിധേനയും രാഹുൽ മങ്കൂട്ടത്തിനെ കണ്ടെത്തണം, അറസ്റ്റ് ചെയ്യണം, ഇനി മുമ്പോട്ട് പോകേണ്ടതില്ല എന്ന നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നു. അങ്ങനെയാണ് അവർ രണ്ടായി തിരിഞ്ഞുകൊണ്ട് രണ്ട് ദിശകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്ന, തെരച്ചിൽ വ്യാപിപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. പക്ഷേ കർണാടകയിൽ കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള സംസ്ഥാനമാണ്, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്. അവിടെ രാഹുലുമായി ബന്ധമുള്ള നേതാക്കളുണ്ട്, യുവ നേതാക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുമായി രാഹുൽ ഈ ഒരു സമയത്ത് അദ്ദേഹം കൃത്യമായി ഒരു മറഞ്ഞിരിക്കാനായി അവരുമായിട്ടുള്ള ബന്ധം പ്രയോജനപ്പെടുത്തിയേക്കാമെന്നൊരു വിലയിരുത്തൽ ഉദ്യോഗസ്ഥർക്കിടയിലുമുണ്ട്. എന്തായാലും ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. രണ്ട് സാധ്യതകളാണ് മുമ്പിലുള്ളത്. ഒന്ന്, ഈ അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണമെന്ന ആവശ്യം പ്രോസിക്യൂഷനും പ്രതിഭാഗവും മുമ്പോട്ട് വെച്ചിരുന്നു. അത് പരിഗണിക്കപ്പെട്ടേക്കുമെന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഡിജിറ്റൽ തെളിവുകളടക്കമാണ് കൈമാറിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് ശക്തമായ വാദപ്രതിവാദങ്ങൾ നടന്നതിന് ശേഷം തീരുമാനമെടുക്കാനായി മറ്റൊരു ദിവസത്തേക്ക് ഇതിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയാനായി മാറ്റിയേക്കാം. അതല്ല എങ്കിൽ ഒരുപക്ഷെ ഇന്ന് തന്നെ വിധി പറഞ്ഞേക്കാം. ഇതാണ് ഒരു സാധ്യത. മറ്റൊന്ന്, രാഹുൽ മാങ്കൂട്ടത്തിന് അദ്ദേഹത്തിന് MLA എന്നൊരു പ്രിവിലേജ് ഉള്ളതുകൊണ്ട് എന്തായാലും ഇങ്ങനെ ഒരു ആരോപണങ്ങൾ വന്നു, അന്വേഷണവുമായി പോലീസുമായി സഹകരിക്കണം, അന്വേഷണ സംഘമായി സഹകരിക്കണം എന്ന വ്യവസ്ഥയിൽ കർശന ഉപാധികളോടെ ഈ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം.
അതുമല്ല എങ്കിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന പരാതികളുടെ ഗൗരവ സ്വഭാവം കണക്കിലെടുത്തുകൊണ്ട് അടിയന്തരമായി ജാമ്യം നിഷേധിച്ചുകൊണ്ട് രാഹുൽ മങ്കൂട്ടത്തിന്റെ അറസ്റ്റിലേക്ക് പോകാനുള്ള നിർദ്ദേശം നൽകാം. ജാമ്യം നിഷേധിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കോടതിക്ക് ഇറങ്ങി. ഇങ്ങനെ 3 സാധ്യതകൾ മുമ്പിൽ നിൽക്കുകയാണ്. ഇതിലേതിനായിരിക്കും ഏറ്റവും പ്രഥമ പരിഗണന എന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയുമില്ല. എന്തായാലും ഈ 3 സാധ്യതകളും ഒരുപോലെ തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. ഇത് 3 നടക്കുക എന്തായാലും വലിയ വാദപ്രതിവാദങ്ങൾക്ക് ഇന്ന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വേദിയാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും രാവിലെ തന്നെ കോടതി ഈ കേസ് പരിഗണിക്കും. 11 മണിക്ക് ശേഷം പരിഗണിക്കുമെന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതാണ് ഡാൻ. എന്തായാലും രാഹുലിനെ സംബന്ധിച്ച് കേസിന്റെ കാര്യത്തിലും ഇന്ന് വളരെ നിർണായകമാണ്. ഒപ്പം രാഷ്ട്രീയ ഭാവി എന്താകും, കോൺഗ്രസിന് പുറത്തേക്കാണോ രാഹുൽ എന്ന കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടായേക്കുമെന്നാണ് അറിയുന്നത്.